Hi, welcome to Jane's OET Hub. Hope you all are fine and safe. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗ്രാമറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മെയിൻലി നമുക്ക് വേണ്ടത് റൈറ്റിംഗ് സബ് ടെസ്റ്റിലാണ്. അപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ്. എന്താണ് ഈ ആർട്ടിക്കിൾസ്? എവിടെയാണ് അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്? എന്താണ് അവ ചെയ്യുന്ന റോള്? അപ്പോൾ അത് തെറ്റിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഈ മെയിൻലി ഞാൻ റൈറ്റിങ്ങിൽ ഒബ്സർവ് ചെയ്തപ്പോൾ അവർ മിക്കവരും ഈ റൈറ്റിങ്ങിൽ ആർട്ടിക്കിൾസ് റോങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയാവോ, ആർട്ടിക്കിൾസ് നമ്മുടെ OET ലെറ്ററിൽ സ്ഥിരം നമുക്ക് വരുന്ന എവിടെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ് ആർട്ടിക്കിൾസ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ട് OETയുടെ സ്പെസിഫിക് റൂൾസ് പ്രകാരം എങ്ങനെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഈ രണ്ടും നമുക്കിന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. OET ലെറ്ററിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾസ് പിന്നെ നിങ്ങൾ ഈ എക്സാമ്പിൾ സഹിതമാണ് ഞാനിപ്പോൾ തന്നേക്കുന്നത്. അത് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തെറ്റും ആർട്ടിക്കിൾസിൽ വരുത്താതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്റർ എഴുതാൻ വേണ്ടി പറ്റും. സോ അവസാനം വരെ ഈ വീഡിയോ കണ്ടിട്ട് അത് മുഴുവൻ ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഓൺലൈൻ OET ക്ലാസ്സസിനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ ഓൺലൈനായിട്ട് OET ട്രെയിനിങ്ങും CBT ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ OET എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. 80 hours സൂം സെഷൻ ഫോർ ബിഗിനേഴ്സ്, പിന്നെ അതുപോലെ 30 hours സെഷൻ ഇൻഡിവിജ്വൽ സെഷൻസ് ആണ്. അപ്പോൾ അത് 1:1 ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സിനും അല്ലെങ്കിൽ ഈ പറയുന്ന സൂം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ഡ്യൂട്ടിയുടെ ഷെഡ്യൂൾ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ എക്സാം ഡേറ്റ് എടുത്ത കുട്ടികൾക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 20 hours ക്രാഷ് കോഴ്സും ഉണ്ട്, പിന്നെ 15 hours ക്രാഷ് കോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ CBTക്കും ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ അപ്ഡേറ്റഡ് മെറ്റീരിയൽസും അതുപോലെ എക്സാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ അടുത്തു നിന്നുള്ള അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറിച്ചുള്ള ഡിസ്കഷൻ ക്ലാസ്സും ഒക്കെ നമ്മുടെ ഓൺലൈൻ CBT ക്ലാസ്സസിൽ റെഡിയാണ്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ OETയുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആ സ്ലൈഡിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എന്താണ് ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾസിനെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും. ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു അൺസ്പെസിഫിക് മാറ്റർ ആണെന്നുള്ളത്, അല്ലേ? അപ്പോൾ നിങ്ങളറിയേണ്ടത് ഇപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെങ്കിലും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് നൗൺസിന് മുന്നെയാണ്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ് അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ നെയിമിനെയാണ് നൗൺ എന്ന് പറയുന്നത്. ഈ നൗണിൻ്റെ മുന്നെയാണ് നമ്മൾ യൂഷ്വലി ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ആർട്ടിക്കിൾസ് ആണുള്ളത്. വൺ ഈസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അനദർ വൺ ഈസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എന്താണ് ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എയും ആനും. ഓക്കെ, ഈ ഇൻഡെഫിനിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അൺസ്പെസിഫിക് ആണ്. അല്ലെങ്കിൽ ഒരു ജനറൽ കാര്യത്തിനെ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജനറൽ കാര്യത്തിനെ മെൻഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് എ ഓർ ആൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെസിഫിക് നൗണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇൻഡെഫിനിറ്റ് പഠിച്ചിട്ട് ഡെഫിനിറ്റിലോട്ട് പോവാം. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലാ ആർട്ടിക്കിളും നൗണിന് മുന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓർ ആൻ ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് എ ചേർക്കുന്നത് കൺസണൻറ്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന നൗൺസിന് മുന്നെയാണ്. അതായത് B, C, D, F ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൽഫബറ്റ്സ്.
ആൻ ചേർക്കുന്നത് വവൽ സൗണ്ട്സിൽ തുടങ്ങുന്ന നൗൺസിന് മുന്നെയാണ്. അതായത് എ ഇ ഐ ഒ യു സൗണ്ടിൽ വരുന്ന നൗൺസിന് മുന്നെയാണ് നമ്മൾ ആൻ ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ അൺസ്പെസിഫിക് ആയിട്ടും വളരെ ജനറൽ ആയിട്ടും ഒരു നൗൺ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എ ഓർ ആൻ ചേർക്കുന്നത്. അപ്പോൾ ഈ എ ഓർ ആൻ ചേർക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറഞ്ഞു നൗൺ ആണെന്നല്ലേ. അപ്പോൾ ആ നൗൺ സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, എ ഓർ ആൻ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ നൗൺ സിംഗുലർ ആണോ കൗണ്ടബിൾ ആണോ എങ്കിൽ മാത്രമേ, ആൻഡ് ജനറലി സ്പെസിഫിക് ആയിട്ട് അൺസ്പെസിഫിക് ആയിട്ട് പറയുന്ന നൗൺ ആണോ എന്ന് ഈ 3 ക്രൈറ്റീരിയയും അതിൽ യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എ ഓർ ആൻ ചേർക്കാൻ പറ്റുള്ളൂ. സോ ഒന്നും കൂടി പറയാം, ആ നൗൺ സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം, അൺസ്പെസിഫിക് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹി വാസ് സീൻ ബൈ എ ഡോക്ടർ. ഡോക്ടർ, ഏതോ ഒരു ഡോക്ടർ കൗണ്ടബിളാണ്, സിംഗുലറാണ്. സോ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ആ ഡോക്ടറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടും നമുക്ക് അവിടെ ഡോക്ടറിനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹി വാസ് സീൻ ബൈ എ ഡോക്ടർ. ഏതോ ഒരു ഡോക്ടർ നമ്മുടെ പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ എ ഓർ ആൻ എ ഓർ ആൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ എൻ എക്കോ കാർഡിയോഗ്രാം. എന്തുകൊണ്ടാണ് എൻ എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്? ബിക്കോസ് എ സൗണ്ട് കംസ് അണ്ടർ വവൽ സൗണ്ടിലാണ്. അതുകൊണ്ട് നമ്മൾ എക്കോ കാർഡിയോഗ്രാം വാസ് ഡൺ, ഒരു എക്കോ കാർഡിയോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ വളരെ അൺസ്പെസിഫിക് ആയിട്ട് ഒരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ നൗണിനെ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ നൗൺ സിംഗുലറും കൗണ്ടബിളും ആണെങ്കിൽ നിങ്ങൾക്ക് എ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ അടുത്തോട്ട് പോകാൻ പോവാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിറ്റ് എന്നുള്ള വേർഡ് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഒരു നൗണിനെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണമെങ്കിലാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്കൊരു നൗൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്. പക്ഷേ ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് പറഞ്ഞ റൂൾസ് ഒന്നും ഇവിടെ ബാധകമല്ല. സിംഗുലർ ആണെങ്കിലും അൺകൗണ്ടബിൾ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യും. ഓൺലി തിങ് അത് നൗൺ ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അൺകൗണ്ടബിൾ ആണോ കൗണ്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട. അതൊരു നൗൺ ആയിരുന്നാൽ മതി. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അത് സ്പെസിഫിക്കും ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു നൗണിനെ മെൻഷൻ ചെയ്യുമ്പോഴാണ് ചേർക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഹി വാസ് സീൻ ബൈ എ ഡോക്ടർ. ഏതോ ഒരു ഡോക്ടർ എൻ്റെ പേഷ്യൻറ്റിനെ കണ്ടു. ഓക്കെ, ഇനി അടുത്തത് ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഫോർ എൻ എക്സ്റേ. ഓക്കെ, ദ ഡോക്ടർ അഡ്വൈസ്ഡ്. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ഡോക്ടർ, വൈ ഡിഡ്ന്റ് ഐ യൂസ് എ ഡോക്ടർ? ബിക്കോസ് ഇവിടെ എനിക്ക് ഈ ഡോക്ടറിനെ സ്പെസിഫൈ ചെയ്യണം. ആ സെയിം ഡോക്ടർ തന്നെയാണ് എൻ്റെ പേഷ്യൻറ്റിന് എക്സ്റേ അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്പെസിഫൈ ദാറ്റ് ഡോക്ടർ. സോ ഞാൻ എന്തുപയോഗിച്ചു? ദ ഡോക്ടർ എന്നുപയോഗിച്ചു. ഇതാണ് ബേസിക്കായിട്ട് നിങ്ങൾ ആർട്ടിക്കിൾസിന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. സോ രണ്ടും കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എവിടെയാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ ഓർ ആൻ ചേർക്കേണ്ടത് ആൻഡ് എവിടെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ചേർക്കേണ്ടത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ ഓർ ആൻ അൺസ്പെസിഫിക് നൗൺ ആണ് മെൻഷൻ ചെയ്യുന്നത്. ബട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സ്പെസിഫിക് നൗണിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ എ ഓർ ആൻ ചേർക്കുമ്പോൾ അത് കൗണ്ടബിൾ ആണോ സിംഗുലർ ആണോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. പക്ഷേ ചേർക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ആർട്ടിക്കിൾസ് എങ്ങനെയാണ് നമ്മൾ റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ ലെറ്ററിൽ ഉപയോഗിക്കേണ്ടത്. ഓരോന്നിനും കൃത്യമായിട്ടുള്ള റൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ റൂൾസ് മൊത്തം ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റുകൂടാതെ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്
ഓരോന്നിൻ്റെയും എവിടെയൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത്. ആദ്യമായിട്ട് ഡോണ്ട് യൂസ് ആർട്ടിക്കിൾസ് വിത്ത് മെഡിക്കൽ കണ്ടീഷൻ. അതായത് പിന്നെ നമ്മുടെ ഈ ഡയഗ്നോസിസ് പോലെയുള്ള, അതായത് ഇപ്പോൾ ക്യാൻസർ, ഡയബറ്റീസ്, ജോണ്ടിസ്, പാർക്കിൻസൺസ് ഡിസീസ്, എക്സിമ, സച്ച് ആൻഡ് സച്ച് ഡിസീസ് കണ്ടീഷൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യരുത്. ഇത് കൃത്യമായിട്ട് മനസ്സിലായി. മെഡിക്കൽ കണ്ടീഷൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഒരു സഡൻ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് ഓർ ഇഞ്ചുറി സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക, ഇതേ മെഡിക്കൽ കണ്ടീഷൻ. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ആൻ ആക്സിഡൻറ്റ്, എ ഹാർട്ട് അറ്റാക്ക്, എ സ്ട്രോക്ക്, എ ഫ്രാക്ചർ, ആൻ ഇലക്ട്രിക് ഷോക്ക്, എ ഹൈപ്പോഗ്ലൈസീമിക് അറ്റാക്ക്, എ സീഷർ. ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് ഓർ ഇഞ്ചുറിയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അത് ഡിപ്പെൻഡ്സ് ഓൺ വവൽ സൗണ്ട് ആണെങ്കിൽ ആൻ ചേർക്കാം, കൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ എ ചേർക്കാം. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കണേ. അപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് വരുമ്പോൾ ആർട്ടിക്കിൾ ചേർക്കണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ചില സിംറ്റംസിൻ്റെ കൂടെയും ആർട്ടിക്കിൾ വേണം. അതായത് എ കഫ്, എ റണ്ണി നോസ്, എ ഹെഡേക്ക്, എ സോളൻ ആങ്കിൾ, എ ഫീവർ, എ സോർ ത്രോട്ട്, എ മസിൽ ക്രാമ്പ്, എ മൈഗ്രെയിൻ. ഇതൊക്കെ സിംറ്റംസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കൗണ്ടബിൾ ആണ്. അപ്പോൾ ഇതിന് മുന്നിൽ എന്ത് ചേർക്കണം? ആർട്ടിക്കിൾസ് നിങ്ങൾ ചേർക്കണം. പക്ഷേ ചില സിംറ്റംസിൻ്റെ കൂടെ ചില സിംറ്റംസിനെ അൺകൗണ്ടബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് വരത്തില്ല. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചാലാണ് ഏത് സിംറ്റംസിൻ്റെ കൂടെയാണ് ആർട്ടിക്കിൾ, ഏത് സിംറ്റംസിൻ്റെ കൂടെയാണ് ആർട്ടിക്കിൾ വരാതിരിക്കുന്നത് എന്ന് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ, നോസിയ, വോമിറ്റിംഗ്, ഡിസിനസ്, ഹിയറിംഗ് ലോസ്, കോൺസ്റ്റിപ്പേഷൻ, ബ്രെത്ത്ലെസ്നെസ്, അംനേഷ്യ, ഡയേറിയ. ഇത്രയും നൗൺസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ നൗൺസൊക്കെ നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് എ ഓർ ആൻ ചേർക്കാൻ പാടില്ല. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ. ദെൻ അടുത്തത്, ഓൾവേസ് യൂസ് ആർട്ടിക്കിൾ വിത്ത് ജോബ് റോൾ. ഏറ്റവും കോമൺ മിസ്റ്റേക്ക്. അപ്പോൾ ജോബ് റോൾ എന്ന് പറയുമ്പോൾ നഴ്സ്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, സോഷ്യൽ വർക്കർ, ഇതെല്ലാം ജോബ് റോൾസാണ്. അവരുടെ കൂട്ടത്തിൽ എന്ത് വേണം? ആർട്ടിക്കിൾസ് വേണം. ആർട്ടിക്കിൾസ് ഇപ്പോൾ അൺസ്പെസിഫിക് ആയിട്ടാണ് അവരെ പറയുന്നതെങ്കിൽ എ ഓർ ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ചേർക്കുക. പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു പേഴ്സണെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ദ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. നിങ്ങൾ എ ആണോ, ആൻ ആണോ, ദ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. ഇനി അടുത്ത കോമൺ മിസ്റ്റേക്ക്, പ്രൊസീജിയേഴ്സ് ആർ കൗണ്ടബിൾ ആൻഡ് റിക്വയർ ആൻ ആർട്ടിക്കിൾ. അതായത് നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം കൗണ്ടബിൾ നൗൺ ആണ്. സോ അൾട്രാസൗണ്ട്, CT സ്കാൻ, ബയോപ്സി, ബ്ലഡ് ടെസ്റ്റ്, സിസേറിയൻ സെക്ഷൻ, ലാപ്രോസ്കോപ്പി, കോളിസിസ്റ്റക്ടമി, എക്സെട്ര. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒക്കെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ആർട്ടിക്കിൾ ചേർക്കണം. എപ്പോൾ ചിലവരൊക്കെ ഈ സർജിക്കൽ ഇൻ്റർവെൻഷൻ എഴുതുമ്പോൾ ആർട്ടിക്കിൾസ് ചേർക്കാതിരിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. സോ പ്ലീസ് ഇവിടെ തുടങ്ങി നിങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത്, ഒരു തെറാപ്പിയുടെ മുന്നിലും ആർട്ടിക്കിൾസ് വേണ്ട. ഫോർ എക്സാമ്പിൾ, ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, എന്തോ ആവട്ടെ, ഈ പറയുന്ന ഒരു തെറാപ്പീസിൻ്റെ മുന്നിലും നമ്മൾ സാധാരണ എയോ ആനോ ദയോ നമ്മൾ ചേർക്കാറില്ല. മനസ്സിലായോ? ഇനി അടുത്ത കാറ്റഗറി, നമ്മുടെ ബോഡി പാർട്ടിനെ മെൻഷൻ ചെയ്യുമ്പോൾ, അതായത് സ്റ്റൊമക്ക്, ലെഗ്സ്, തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ നീസ്, എന്തുമാവട്ടെ നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ ബോഡീനെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ ദ മസ്റ്റായിട്ടും വേണം. അല്ല എങ്കിൽ ഈ ദായിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഹിസ് ഓർ ഹെർ വെച്ച്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഹി ഹാസ് പെയിൻ ഇൻ ദ സ്റ്റൊമക്ക് എന്നെഴുതാം, അല്ലെങ്കിൽ ഹി ഹാസ് പെയിൻ ഇൻ ഹിസ് സ്റ്റൊമക്ക്. രണ്ട് എഴുതി കഴിഞ്ഞാലും അവിടെ കറക്റ്റാണ്. അപ്പോൾ ഒന്നുകിൽ ദാ വരണം, അല്ലെങ്കിൽ ഹിസ് ഓർ ഹെർ വരണം ബോഡി പാർട്സിനെ മെൻഷൻ ചെയ്യുമ്പോൾ. അതും ഇമ്പോർട്ടൻറ്റ് റൂളാണ്, കോമൺ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ച് ബൈ ഹാർട്ട് പഠിക്കുക. ഇനി അടുത്തത് മെഡിക്കേഷൻ. മെഡിക്കേഷൻസ് ആർ ഓൾസോ റിട്ടൺ വിത്തൗട്ട് ആൻ ആർട്ടിക്കിൾ. അതെന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ജോസഫ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് മിലാൻഡ ആൻഡ് വാർഫാർ. ഒരിക്കലും നമ്മൾ എ മിലാൻഡ, എ വാർഫാർ ഇങ്ങനെയൊന്നും പറയാറില്ല. സോ യൂഷ്വലി നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാതെയാണ് മെഡിക്കേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല.
അതായത് നമ്മളിപ്പോൾ മെഡിക്കേഷൻ്റെ ഒരു സിംഗിൾ ഡോസൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു സ്പോക്കൺ വേർഷനിൽ പറയുവാണെങ്കിൽ ക്യാൻ ഐ ഹാവ് എ പാനഡോൾ ചോദിക്കാറില്ലേ? അപ്പോൾ അത് ഞാൻ അവിടെ ചോദിക്കുന്ന ഒരൊറ്റ ടാബ്ലറ്റ് ഒരു സിംഗിൾ ഡോസ് ഓഫ് എ മെഡിസിൻ ആണ്. അങ്ങനെ പറയുമ്പോൾ മാത്രം നമ്മൾ ആർട്ടിക്കിൾ ചേർക്കും. അല്ലാതെ യൂഷ്വലി നമ്മളൊരു ബൾക്ക് ഓഫ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു അല്ലെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് OET ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഈ റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, സർജറി എന്ന വേർഡ് അൺകൗണ്ടബിൾ നൗൺ ആണ്. സർജറി എന്ന വേർഡിന് മുന്നേ നമ്മൾ എ ഓർ ആൻ ചേർക്കില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാണ്. പിന്നെ അപ്പോൾ ഏതൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺ, ഏതൊക്കെയാണ് കൗണ്ടബിൾ നൗൺ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ജനറലായിട്ട് നമ്മുടെ OETയിൽ യൂസ് ചെയ്യുന്ന എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു. അപ്പോൾ മെയിനായിട്ട് കൺഫ്യൂഷൻ വരുന്നത് ആ മെഡിക്കൽ കണ്ടീഷൻ്റെയും മെഡിക്കൽ കണ്ടീഷൻ്റെയും അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റിൻ്റെയും പിന്നെ സിംറ്റംസിൻ്റെയും അടുത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. അത് നല്ലപോലെ പഠിച്ച് പോയിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. താങ്ക് യു സോ മച്ച്.